നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ 3269 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിലെ രോഗികളിൽ 4284 പേർ സുഖം പ്രാപിച്ചു. ചികിത്സയിലുള്ളവരിൽ 3 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 6,83,053 രോഗമുക്തരുടെ എണ്ണം 6,35,191 ആകെ മരണസംഖ്യ 8,936 ആകെ 38,926 കോവിഡ് ബാധിതരാണ് രാജ്യത്താകെ ചികിത്സയിലുള്ളത്. ഇതിൽ 940 പേരാണ് ഗുരുതര നിലയിൽ ഉള്ളത്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.99%, മരണനിരക്ക് 1.30%. 24 മണിക്കൂറിനിടെ 1,29,718 RT-PCR പരിശോധനകൾ നടത്തി. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 5,693 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 9 പേർ മരിക്കുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,143 വ്യാഴാഴ്ച 2,389, വെള്ളിയാഴ്ച 1,547, ശനിയാഴ്ച 1,757 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 3 ദിവസത്തെ കോവിഡ് ബാധിതരുടെ കണക്ക്. രാജ്യത്ത് 3,36,460 ആളുകൾക്കാണ് ആകെ ഇതുവരെ കോവിഡ് പിടിപെട്ടത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ 4,640 ആളുകൾക്ക് അസുഖം ഭേദമാവുകയും ചെയ്തു. കോവിഡ് 3ാം തരംഗത്തിന്റെ പ്രധാന ഘട്ടം പിന്നിട്ട് ഖത്തർ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്ന് അധികൃതർ. പ്രതിദിന കോവിഡ് കേസുകളിലെ കുറവ് രാജ്യം 3ാം തരംഗത്തിന്റെ ഉയർന്ന ഘട്ടം പിന്നിട്ടതിന്റെ സൂചനയാണെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രോഗം ഏറ്റവും സജീവമാകുന്ന ഘട്ടം പിന്നിട്ടതായാണ് പുതിയ കണക്കുകൾ നൽകുന്ന സൂചന. പ്രതിദിന കേസുകളിലെ കുറവ് ആശ്വാസകരമാണ്. മുൻകരുതലുകൾ പാലിക്കുന്നതിലും സർക്കാർ നിയന്ത്രണങ്ങൾ നടപ്പിൽ വരുത്തുന്നതിലും സമൂഹത്തിന്റെ പിന്തുണയും ഉയർന്ന വാക്സിനേഷൻ നിരക്കും കോവിഡ് കേസുകൾ കുറയ്ക്കുന്നതിൽ നിർണായകമാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് സഹായം വാഗ്ദാനം ചെയ്ത് എംബസിയുടെ പേരിൽ തട്ടിപ്പ്. സമൂഹമാധ്യമങ്ങളിൽ ചില വ്യാജ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടതായി റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇത്തരം അക്കൗണ്ടുകൾക്ക് റിയാദിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധമില്ലെന്നും പ്രവാസികൾ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ വീഴരുതെന്നും എംബസി മുന്നറിയിപ്പ് നൽകി. എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ഇക്കാര്യം അറിയിക്കുന്നുവെന്നും എംബസിയുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡികൾ, ട്വിറ്റർ ഹാൻഡിലിൽ, ഫേസ്ബുക്ക് ഐഡി, ടെലിഫോൺ നമ്പറുകൾ തുടങ്ങിയവ ഔദ്യോഗിക സൈറ്റായ www.eoiriyadh.gov.in/ൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എംബസി അറിയിച്ചു. സൗദി അറേബ്യയിലെ ആദ്യത്തെ യോഗ ഫെസ്റ്റിവലിന്റെ ഭാഗമായത് ആയിരങ്ങൾ. ശനിയാഴ്ച ആയിരക്കണക്കിന് പേരാണ് കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റിയുടെ ജുമാൻ പാർക്കിൽ നടന്ന യോഗ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി എത്തിയത്. സൗദി യോഗ കമ്മിറ്റിയാണ് യോഗ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. 10 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടിയായിരുന്നു യോഗ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകുന്ന വിവിധ യോഗാഭ്യാസങ്ങളാണ് ഇവിടെ എത്തിയവർ ചെയ്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കും 2 വിഭാഗങ്ങളിലാണ് യോഗ സംഘടിപ്പിച്ചത്. UAE-യിലെ സ്വകാര്യ മേഖലയിൽ തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തുകയും തൊഴിലാളിക്കും തൊഴിൽ ഉടമയ്ക്കും തുല്യനീതി ലഭ്യമാക്കുകയും ചെയ്യുന്ന തൊഴിൽ നിയമ ഭേദഗതി ബുധനാഴ്ച നിലവിൽ വരും. 1980-ലെ 8ാം നമ്പർ നിയമത്തിന് പകരം ഫെഡറൽ തൊഴിൽ നിയമം 2021-ലെ 33ാം നിയമമനുസരിച്ചുള്ള പുതിയ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കും. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ, അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ ഒഴികെ രാജ്യത്തെ ഫ്രീ സോണുകൾ അടക്കമുള്ള എല്ലാ മേഖലകൾക്കും ഈ നിയമം ബാധകമാണ്. നിലവിൽ ഫ്രീ സോണുകളിൽ ഒഴികെ 2 വർഷം കാലാവധിയുള്ള വിസയാണ് നൽകുന്നത്. എല്ലാ തൊഴിൽ കരാറുകളും ഇനി മുതൽ നിശ്ചിത കാലയളവിലേക്ക് ഉള്ളതാകും. ജിദ്ദ നഗര വികസനത്തിനായി 1,00,000 കെട്ടിടങ്ങളാണ് പൊളിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. നഗരത്തിലെ 138 സ്ട്രീറ്റുകളിലായാണ് 50,000 കെട്ടിടങ്ങൾ പൊളിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും ഇതുവരെ പൊളിച്ചത് 13 സ്ട്രീറ്റുകളിലായി 11,000 കെട്ടിടങ്ങളാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതുവരെ പൊളിച്ച കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾക്ക് ഞായറാഴ്ച തുടക്കമായി. ജിദ്ദ നഗരസഭയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 3 ഘട്ടമായാണ് നഷ്ടപരിഹാര അപേക്ഷ സ്വീകരിക്കുക. രേഖകൾ ഓൺലൈനായി സമർപ്പിക്കലാണ് ആദ്യഘട്ടം. ശേഷം നഗരസഭ അത് പരിശോധിക്കും. UAE-ക്ക് നേരെ യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണം. ഈ മാസം 3ാമത്തെ മിസൈൽ ആക്രമണമാണ് UAE-ക്ക് നേരെ ഉണ്ടായത്. പുതിയ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടമുണ്ടായിട്ടില്ല. UAE-യുടെ മിസൈൽ പ്രതിരോധ കവചം ആക്രമണം ചെറുത്തു. UAE-ക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നത് ഇന്ത്യൻ പ്രവാസികൾക്കും ആശങ്കയുണ്ടാകുന്ന കാര്യമാണ്. ആദ്യ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോഴുണ്ടായ ആക്രമണം രാഷ്ട്രീയമായി ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് UAE-യിലെത്തിയ പിന്നാലെയാണ് പുതിയ ആക്രമണം. 2022-ലെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ഫെബ്രുവരി 15 വരെ ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. എന്നാൽ ജനുവരി 31 ഹജ്ജ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി.